യൂട്യൂബ് ചാനലൊക്കെ ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ഐഡിയകൾ നോക്കിക്കോണം. ഒരു ഉസ്താദ് കയറി നമ്മളെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചൊറിഞ്ഞിട്ടുണ്ടല്ലോ, ജാമിദ ഷെഫീന എന്നൊക്കെ വിളിച്ചിട്ട്. അവനൊരു ടെസ്റ്റ് ഡോസ് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ബാക്കി കൂടി വേണ്ടി വന്നാൽ കൊടുക്കണമെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചു. എന്തായാലും അങ്ങനെ നമ്മളെ ഉസ്താദന്മാരെ വിമർശിക്കണം നമുക്ക് നല്ലതാ. അപ്പോ കുറച്ച് വിശ്വാസികൾ കൂടി നമ്മുടെ വീഡിയോ കാണും. അതൊരു പോപ്പുലാരിറ്റിക്ക് ഇടയാകാറില്ല. അത് ആരും മൈൻഡ് ചെയ്യാതിട്ട് എന്തിനുള്ള കുറച്ച് ആൾക്കാർ നമ്മളെ എടുത്ത് വിമർശിക്കണം, നമുക്ക് മറുപടി പറയണം. അപ്പോഴേ നമ്മുടെ ചാനൽ വളരൂ. അങ്ങനെ തന്നെയല്ല ഞാനൊക്കെ 2 വർഷം കൊണ്ട് ഇത്രയൊക്കെ എത്തിയത്. അങ്ങനെ മറ്റുള്ളവർ ആരെങ്കിലും മറുപടി പറയുമ്പോഴത്തേക്കിനും ഡെസ്പ് ആകരുത്, ആകെ വിഷമം, ടെൻഷൻ അങ്ങനെ പറഞ്ഞിട്ടാകരുത് കേട്ടാ. പറയട്ടെപ്പാ, എല്ലാരും വരട്ടെ, എല്ലാവരും നമുക്ക് മറുപടിയൊക്കെ പറയട്ടെ, മനസ്സിലായ? അപ്പോ അരിഫ് സഹായിക്കുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടാ. പക്ഷെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരോടും പറയാൻ വേണ്ട കേട്ടാ. കാരണം മറ്റുള്ളവരൊക്കെ വിചാരിച്ചിരിക്കണം ഞാൻ സഹായിക്കാനൊന്നും അത്ര സാമ്പത്തിക ശേഷിയൊന്നും ഉള്ള ഒരാളല്ലാന്ന് എല്ലാവർക്കും അറിയാം. ഇത് പിന്നെ കുറച്ച് പൈസ എന്തെങ്കിലും അപ്പൊ എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആരോടും പറയണ്ടാട്ടാ, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നൊന്നും പറയണ്ടാട്ടാ. ആരും സഹായിക്കാനില്ല എന്ന രൂപത്തിൽ തന്നെ സംസാരിച്ചാൽ മതി. ഞാൻ വേറെ ഒരു സോഴ്സും കൂടി നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആയാൽ ഞാൻ അപ്പം അറിയിക്കുകയും ചെയ്യാം. നമ്മൾ ഇനിയും ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഇസ്ലാമിനെ വിമർശിച്ചു, നമ്മൾ വല്ലാതെ വൈഡായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പോപ്പുലാരിറ്റിയും കൂടി ഉണ്ടാക്കിയെടുക്കുക. പബ്ലിക് ഫിഗർ, പബ്ലിക് ചാനലുകളിലൊക്കെ ഒന്ന് സംസാരിച്ച് അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് വേറെ 1-2 ബെനിഫിറ്റും കൂടിയുണ്ട്. അങ്ങനെ പബ്ലിക് പ്രോഗ്രാംസ് ഏത് കിട്ടിയാലും ഒഴിവാക്കരുത്. ഒരു വേദിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് ആയിട്ട് വേദിയും ചാനൽ ഡിബേറ്റും ഒക്കെ കിട്ടും. ചാനൽ ഡിബേറ്റ് ഒക്കെ ഞാൻ സംഘടിപ്പിച്ചു തരാം. അപ്പോൾ ചാനൽ ഡിബേറ്റിനൊക്കെ പക്കയായിട്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി, മനസ്സിലായ? കുറച്ച് കാര്യങ്ങൾ പഠിക്കണം, കുറച്ച് വിഷയങ്ങളെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി അങ്ങ് സംസാരിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കാം. പിന്നെ നമുക്കൊരു സംഘടനയുടെ, ഞാനൊരു ഒരു ഓർഗനൈസേഷനും ഇല്ലല്ലോ, ഒരു സംഘടനയിലും ഇല്ല. നമ്മൾ പറയുന്നതിന്റെ ഉത്തരവാദി നമ്മൾ മാത്രമാണ്. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ കേസൊന്നും വരില്ല. നമ്മൾക്ക് നമ്മുടെ മതത്തെ കുറിച്ച് റെഫറൻസ് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ മതത്തെ കുറിച്ചിട്ട് പറയുന്നതിന് ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന എന്താ, ജബർ മാഷ് ചെയ്യുന്ന എന്താ, ആരിഫ് ചെയ്യുന്ന എന്താ, ലിയാഖത്ത് ചെയ്യുന്ന എന്താ, ജസ്ല ചെയ്യുന്ന എന്താ, എല്ലാവരും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതാണ് കൂടുതൽ. അതല്ലാതെ നമ്മളെ പോലുള്ള ആൾക്കാർ ഈ മറ്റു കാര്യങ്ങൾ പറഞ്ഞാലൊന്നും അധികം ആൾക്കാരൊന്നും കേൾക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് മതപരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ തിരിയുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നാലാണ് നമുക്ക് വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ധാരാളം ഉണ്ടാകുക. എന്നിട്ട് ഫേസ്ബുക്കില് കുറെ ഗ്രൂപ്പുകളിൽ ആഡ് ആകണം, ജോയിന്റ് ആകണം. അപ്പൊ നമുക്ക് അതിനകത്തേക്കൊക്കെ ലിങ്ക് എടുത്ത് ഷെയർ ചെയ്യാം. ചുമ്മാ ലിങ്ക് എടുത്ത് ഷെയർ ചെയ്യരുത്. അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം, ഒരു ഡിസ്ക്രിപ്ഷൻ ചെറുതായിട്ടൊന്ന് കൊടുക്കണം. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ അതിൽ കയറി അങ്ങ് കണ്ടോളൂ. അങ്ങനെ തന്നെ വളർത്തിക്കൊണ്ടുവരണം. $22 ഒക്കെ ആയ പൊട്ടത്തി, അടിപൊളിയാണല്ലോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാട്ടാ.